ഹായ്, ഇത് ഞാൻ കഴിഞ്ഞ സൺഡേ എടുത്ത വീഡിയോ ആണേ. ഇന്നിപ്പോൾ ബുധനാഴ്ചയായി, എന്തായാലും അങ്ങ് ഇട്ടേക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ രാവിലത്തെ കാപ്പിക്കായിട്ട് ഞാൻ പുട്ടായിരുന്നു പുഴുങ്ങിയത്, പുട്ടും പഴവുമായിരുന്നു. 2 ആഴ്ച കൊണ്ട് ഞാൻ വെള്ളയപ്പമൊന്നും ഉണ്ടാക്കാറില്ല, ഉണ്ടാക്കിയാലും ഇവിടെ സാധനം ചിലവാകുന്നില്ല. അപ്പോൾ പിന്നെ രാവിലത്തേന് പുട്ടാക്കാമെന്ന് വിചാരിച്ച്. ഉച്ചക്കലത്തെ കറിക്കായിട്ട് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ചിക്കൻ തലേന്ന് തന്നെ ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പുട്ട് പുഴുങ്ങുന്നതിൻ്റെ കൂടെ തന്നെ ചിക്കനും കൂടെ ഞാനങ്ങ് വറുത്തെടുക്കുമായിരുന്നേ. കറികൾ മാത്രം വെച്ചാൽ മതി. ചോറ് ഇരിപ്പുണ്ടായിരുന്നു. ചോറ് നമുക്കിനി തിളപ്പിച്ചുറ്റിയെടുക്കണവേ. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ചീനിയും കൂടെ കൊത്തിയരിഞ്ഞ് അതും അങ്ങ് അടുപ്പത്താക്കി. കറിക്കായിട്ട് കൊച്ചുള്ളിയും സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ഞാൻ തലേന്ന് തന്നെ വൃത്തിയാക്കി അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അതാകുമ്പോൾ നമുക്ക് കുറേ ജോലി അങ്ങ് ഒതുങ്ങുമല്ലോ. രാവിലെ എല്ലായിടത്തും അങ്ങ് പെട്ടെന്നങ്ങ് വെച്ചാൽ മതിയല്ലോ. ചീനി നല്ല പെട്ടെന്ന് വേവുന്ന ചീനിയായിരുന്നേ. ഈ അടുത്ത കാലത്ത് വാങ്ങിച്ച ചീനി ഒന്നും വേവുന്നില്ലായിരുന്നു. കുറേ ഇട്ട് വേവിച്ചാലും വേവത്തില്ലായിരുന്നു. പക്ഷേ ഇത് നല്ല ചീനിയായിരുന്നേ. അങ്ങനെ ഞാൻ ഉള്ളിയെല്ലാം നല്ലതുപോലെ വഴണ്ടി വന്നപ്പോഴത്തേന് അതിനകത്ത് പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുത്ത് ഇനി നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാവേ. ചീനി ഊറ്റിയപ്പോഴേ എന്നോട് ഒരാൾ പറഞ്ഞായിരുന്നു ഇച്ചിരി ചീനി എടുത്ത് മാറ്റി വെക്കണേന്നേ, മൂത്താളാണേ. അപ്പം ഞാനത് നമ്മൾ ഈ ചീനി അരപ്പിടുന്നതിന് മുന്നേ ഉള്ള ചീനി ഉണ്ടല്ലോ, അതും തേങ്ങയും കൂടെ കൂട്ടി കഴിക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കനും കൂടി ഇട്ട് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിക്കാവേ. കുറച്ച് വെന്ത് വരുമ്പോഴത്തേന് ഞാൻ ഇച്ചിരി ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയും നമ്മൾ ഈ ചിക്കൻ വറുത്തെടുത്താലും വേവ് കാണുമല്ലോ, അപ്പം അതിന് വേണ്ടി കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചീനിയുടെ അരപ്പും കൂടെ റെഡിയാക്കി അങ്ങ് ഇട്ട് കൊടുത്തായിരുന്നേ. അരപ്പിനകത്ത് നല്ല തോനെ കാന്താരി ഇട്ടിട്ടുണ്ടായിരുന്നേ. കാന്താരി ഇഷ്ടം പോലെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കാന്താരി ഇട്ട് കൊടുത്തേ. സാധാരണ ഇവിടെ ചിക്കൻ കറി വെക്കുമ്പോഴത്തേന് ഞാൻ അതിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനായിട്ട് പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇന്ന് പരിപ്പ് കറി ഉണ്ടാക്കിയില്ല. ഒരാൾ കുറച്ച് ദിവസം കൊണ്ട് പറയുന്നത് രസം വേണമെന്ന്. അങ്ങനെ പിന്നെ അങ്ങ് രസവും കൂടെ സെറ്റ് ചെയ്തെടുത്തേ. ഇത് എൻ്റെ തട്ടിക്കൂട്ട് രസമാണ്. ഇപ്പോഴും നമ്മുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ രസവും ചീനിയും ചിക്കൻ കറിയും. ഇനി അപ്പോൾ ചോറ് കഴിച്ചാൽ മതിയേ. ഞാൻ ഒന്നെങ്കിൽ വോയിസ് ഓവർ കൊടുത്താൽ വണ്ടിയുടെ സൗണ്ട് കേൾക്കും, അല്ലെങ്കിൽ കാക്കയുടെ സൗണ്ട് ആയിരിക്കും. ഇത് രണ്ടും ഒഴിവാക്കാൻ പറ്റാത്ത 2 കാര്യങ്ങളാണ്. അപ്പോൾ അത്രയൊക്കെയുള്ളേ. നമ്മുടെ ഓണമൊക്കെ ഇങ്ങ് എത്തി. എല്ലാവരുടെയും ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ അത്രയുള്ളേ. നമുക്ക് അടുത്ത വീഡിയോ കാണാവേ.